ബൈബിളിൽ ഒരു വചനമുണ്ട്, എ മെറി ഹാർട്ട് ഈസ് ഈക്വലി ഗുഡ് ആസ് എ മെഡിസിൻ. നല്ല ഹൃദയമുണ്ടാവുക എന്നത് മരുന്നുകളെപ്പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യപരമായ ജീവിത ശൈലികളെക്കുറിച്ചും ജീവിതചര്യകളെക്കുറിച്ചുമുള്ള സ്റ്റെതസ്കോപ്പിൻ്റെ ചർച്ച തുടരുകയാണ്. കേരളത്തിലെ പ്രഗത്ഭ ഫിസിഷ്യനും പ്രശസ്തനുമായ ഡോക്ടർ പി.കെ. ശശിധരൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം മേധാവിയാണ് അദ്ദേഹം. നമസ്കാരം സാർ. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഇപ്പോൾ വളരെ കൂടുതലാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ ഏറ്റവും പ്രധാനം ലങ് ക്യാൻസറും ആസ്മയും ഈ COPD എന്ന് പറയുന്ന ശ്വാസമുട്ടലുണ്ടാക്കുന്ന അസുഖങ്ങളാണ്. ഇതിന് പ്രധാന കാരണം ഈ രണ്ടെണ്ണത്തിന് കാരണം പുകവലി തന്നെയാണ്. പുകവലി നിയന്ത്രിച്ചാൽ തന്നെ രണ്ട് അസുഖങ്ങളെ നമുക്ക് തടയാൻ പറ്റും. ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന അസുഖവും അതേമാതിരി തന്നെ ലങ് ക്യാൻസർ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനം പുകവലി നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പിന്നത്തത് ഈ ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്ന അലർജി സംബന്ധമായ അസുഖത്തിൻ്റെ അത് കുറച്ചൊക്കെ നമുക്ക് ജന്മനാ ചില കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ടും കൂടിയാണ് വരുന്നത്. എങ്കിൽ പോലും അത് ആവാൻ കാരണമാവുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ ഭക്ഷണ രീതി തന്നെയാണ്. ഈ ഒരുപാട് പൊരിച്ച ഭക്ഷണം, ബേക്കറി സാധനങ്ങൾ, കൃത്രിമ നിറങ്ങളും മണങ്ങളുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുക, പച്ചക്കറികളും പഴങ്ങളും കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, അതേമാതിരി ജോലി ചെയ്യുന്നിടത്ത് അനാവശ്യമായിട്ടുള്ള പൊടിയൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളില്ലാണ്ടിരിക്കുക. ചില ജോലി സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ യാതൊരു നിയന്ത്രണമില്ല, ഒരു മാസ്ക് പോലും കെട്ടാതെയാണ് പലരും പണിയെടുക്കുന്നത്. അപ്പോൾ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, അന്തരീക്ഷത്തിൽ ഒരുപാട് പൊടിയുള്ളടുത്ത് ജോലി ചെയ്യുന്നവർ, സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്നവർ എന്തെങ്കിലും തരത്തിലുള്ള മാസ്ക് ഉപയോഗിക്കുന്ന ഒരു ശീലമാണ്. അത്തരം അടിസ്ഥാന സംരക്ഷണത്തിൻ്റെ അഭാവവും അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിൻ്റെ അഭാവമാണ് ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാവുന്നത്. അടുത്തൊരു ചോദ്യം കേൾക്കാം. നമ്മൾ ഈ ചെറുപ്പക്കാരുടെ ഈ മദ്യപാനം, പുകവലി അങ്ങനത്തെ വളരെയധികം കൂടി വരുന്നുണ്ട്. നമുക്ക് ഇതിനെ കൊണ്ടുള്ള അപകടങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇതെങ്ങനെയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ഈ മദ്യപാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. 30 ml മദ്യം കഴിച്ചാൽ ഹൃദ്രോഗം വരികയില്ല എന്നൊരു തെറ്റായ ധാരണ ജനങ്ങളിൽ ആരൊക്കെയോ കുത്തിവെച്ചിട്ടുണ്ട്. അത് മദ്യം ചിലവാക്കാൻ വേണ്ടി മദ്യം ഉൽപ്പാദിപ്പിക്കുന്നവർ കണ്ടുപിടിച്ച ഒരു പോംവഴിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിനകത്ത് യാതൊരു സത്യവുമില്ല. ഒരു തുള്ളി മദ്യം പോലും നമ്മളെ ആരോഗ്യത്തിന് വേണ്ടി ആവശ്യമില്ല. ഒരു തുള്ളി മദ്യം പോലും ആരോഗ്യത്തിന് വേണ്ടി ആവശ്യമില്ല. പിന്നെ വിനോദത്തിന് വേണ്ടി കഴിക്കുന്നത് പലപ്പോഴും രോഗത്തിലാണ് എത്തിച്ചിരുന്നത്. ആർക്കും ഈ 30 ml നിർത്താൻ പറ്റില്ല എന്നുള്ള ഒരു വിഷയം, ഈ 30 ml പോലും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് വേറൊരു വിഷയം. അപ്പോൾ മദ്യം കഴിക്കുന്നവർ മദ്യത്തിന് അടിമയാവുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിനൊരു മാന്യത കൊടുക്കുന്ന ഒരു സംസ്കാരം നമുക്കിപ്പോൾ ഉള്ളത്. അതിനൊരു മാന്യത, മദ്യം കഴിക്കുന്നത് ഒരു മാന്യമായൊരു പെരുമാറ്റമാണ്, അതിനൊരു മാന്യത വന്നു എന്നുള്ള തോന്നൽ യുവാക്കളിലും എല്ലാം വന്നുപോയി. അപ്പോൾ അതിന് ഉത്തരവാദികൾ നമ്മളെ ഈ ഉപസംസ്കാരത്തിൻ്റെ വാക്താക്കൾ തന്നെയാണ്. പലപ്പോഴും സിനിമാ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളുമാണ് അതിൻ്റെ വാക്താക്കളായിട്ട് മുന്നിൽ നിൽക്കാറുള്ളത്. എങ്കിലും എന്തു തന്നെ ആയാലും മദ്യപാനത്തിന് അമിതമായ ഉപയോഗത്തിന് കാരണം അതിനുള്ള മാന്യത കൊണ്ടുവന്ന സമൂഹത്തിലെ ചില മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾക്ക് ഉത്തരവാദി ശരിക്കും നമ്മളെ എല്ലാവരും താരങ്ങളായിട്ട് കാണുന്ന ആവേണ്ടിയിരുന്ന, പക്ഷെ എന്നാൽ നമ്മളെ തെറ്റായ വഴിയിലൂടെ നയിക്കുന്ന ചിലരാണ്. അപ്പോൾ അങ്ങനെ മദ്യപാനത്തിൻ്റെ ഉപയോഗം അമിതമാവുന്നതുകൊണ്ടാണ് കരൾ സംബന്ധമായ രോഗമാണെന്ന് മാത്രം. ഒരുപാട് മദ്യം ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാം. അതിൽ ഏറ്റവും മാരകമായിട്ടുള്ളത് കരൾ സംബന്ധമായ രോഗമാണ്. ഈ കരൾ സംബന്ധമായ രോഗങ്ങൾ മറ്റു രോഗങ്ങളും ഉണ്ടല്ലോ അല്ലേ? അതെ. കരൾ സംബന്ധമായ രോഗങ്ങൾ പറയുമ്പോൾ മദ്യം അതിൻ്റെ ഒരു കാരണം മാത്രമാണ്. ഇപ്പം മദ്യത്തെക്കാളും വലിയൊരു വിപത്തായിട്ട് വരുവാണ് പൊണ്ണത്തടി. ഈ പൊണ്ണത്തടി അത് പൊണ്ണത്തടിക്ക് കാരണം അമിതാഹാരമാണ്, വ്യായാമക്കുറവാണ്. കാരണം എന്തായാലും അമിതാഹാരവും വ്യായാമക്കുറവും കാരണം പൊണ്ണത്തടി വരുന്ന ഒരാൾ മദ്യപിക്കുകയും കൂടി ചെയ്താൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കരൾ സംബന്ധമായ രോഗങ്ങൾ വരും. അപ്പോൾ ഈ പൊണ്ണത്തടിയുള്ള ഒരാൾക്ക്, പൊണ്ണത്തടിക്ക് കാരണം അതിനാണ് കൊളസ്ട്രോളിനും കാരണം. എല്ലാ രോഗങ്ങളും ഒന്നിൽ തന്നെ അവസാനം എത്തിപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പൊണ്ണത്തടിയുള്ള ഒരാളുടെ ശരീരത്ത് അമിതമായി കഴിക്കുന്ന ഭക്ഷണം കൊഴുപ്പ് രൂപത്തിൽ അടിഞ്ഞുകൂടും. അതുകൊണ്ടാണ് അവരുടെ ശരീരമൊക്കെ ഇങ്ങനെ ഉരുണ്ട് ഇരിക്കുന്നത്. മുഖമെല്ലാം ഉരുണ്ട് ഇരിക്കുന്നതും വയറ് ചാടുന്നതും ഒക്കെ ഈ അമിതമായ കൊഴുപ്പാണ്. ഈ കൊഴുപ്പ് എല്ലാ ഭാഗത്തും അടിഞ്ഞു കൂടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ
കാലക്രമേണ ലിവറിൻ്റെ പ്രവർത്തനശേഷി കുറയാനിടയാവുന്നു. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഒരവസ്ഥ വരികയും അതുകൊണ്ട് തന്നെ സിറോസിസ് ഉണ്ടാവും. അങ്ങനെ തന്നെ സിറോസിസ് വന്ന് ലിവറിൻ്റെ പ്രവർത്തനശേഷി ഇല്ലാണ്ടായി പോവാം. അതേ ആൾക്കാർ തന്നെ ചിലപ്പോൾ ലിവറിൻ്റെ അസുഖത്തിനെ കൊണ്ട് വയറ്റിൽ ഗ്യാസൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ആ ഗ്യാസ് കുറയ്ക്കാൻ വേണ്ടി അരിഷ്ടം കഴിക്കും. അരിഷ്ടം യഥാർത്ഥത്തിൽ ആൽക്കഹോളാണ്. ഈ അരിഷ്ടം കഴിച്ചിട്ട് പോലും സിറോസിസ് വരുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ. അപ്പോൾ പല വിധത്തിൽ നമ്മളുടെ ആൽക്കഹോളിൻ്റെ ഉപയോഗം കൂടുകയും പൊണ്ണത്തടി ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ടാണ് കരൾ രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടുവരുന്നത്. അതും കൂടാതെയാണ് നമ്മളെ പല പകർച്ചവ്യാധികളും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ എന്നോ നിയന്ത്രിച്ചു കഴിഞ്ഞ പകർച്ചവ്യാധികൾ നമ്മളെ ലിവറിനെ ബാധിച്ചുകൊണ്ടിരിക്കുക. അതിലേറ്റവും പ്രധാന ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി, മലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ്. ഇത് വളരെ വ്യാപകമായിട്ട് ഇപ്പോഴും നിലനിൽക്കുക. അതിൻ്റെ അടിസ്ഥാന കാരണം ശുദ്ധമായ കുടിവെള്ളമില്ലായ്മയാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പരിസര മലിനീകരണം, ഈ ഓപ്പൺ തുറസായ സ്ഥലത്തുള്ള മലവിസർജനം, ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ വേണ്ടത്ര ടോയ്ലറ്റുകൾ നല്ല പോലെയുള്ള ടോയ്ലറ്റുകളില്ലായ്മ, ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ ഈ മഞ്ഞപ്പിത്തം കൂടുന്നത്. മഞ്ഞപ്പിത്തം കൂടുന്നതും നമ്മളെ ലിവറിൻ്റെ അസുഖം കൂടാനിടയാക്കുന്നുണ്ട്. ഈ പൊണ്ണത്തടിയെ കുറിച്ച് പൊതുവേ പറയുന്നൊരു ഫലിതമുണ്ട്. പൊണ്ണത്തടിയുള്ള ഒരാളെ ഏത് സമയം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഹൃദയവുമായി നടക്കുന്ന ഒരു വാക്കിംഗ് ബോംബാണെന്ന് പറയാറുണ്ട്. അതെ, അതിന് വേറൊരു ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ പൊണ്ണത്തടിയുള്ളവർ തിരിച്ചറിയുന്നില്ല. കാരണം എല്ലാവരും തടിച്ചവരായതുകൊണ്ട് ആകെ മെലിഞ്ഞ ആളെയാണ് ഇപ്പോൾ അബ്നോർമലായിട്ട് തിരിച്ചറിയുന്നത്. പൊണ്ണത്തടിയുള്ളവർ പൊണ്ണത്തടിയന്മാരാണെന്ന് തിരിച്ചറിയാതെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അത്രയധികം പൊണ്ണത്തടിയന്മാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതിനൊരു പ്രത്യേക ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ട ഒരു വിഷയമുണ്ട് ഇവിടെ. ഒരു അമേരിക്കൻ പ്രസിഡന്റ് പണ്ട് പറഞ്ഞു, അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യയിലെ മധ്യവർത്തികൾ അമിതമായി കഴിക്കുന്ന ഭക്ഷണം കുറച്ചാൽ ലോകത്ത് പട്ടിണി കിടക്കുന്ന എല്ലാവർക്കും തീറ്റ കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അത് അമേരിക്കൻ പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രം നമുക്ക് ഇഷ്ടമായില്ല. അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു. നമ്മൾ അമിതാഹാരം നമുക്കുണ്ടാക്കുന്ന സാമൂഹിക വിപത്ത് എത്രയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഒരു വശത്ത് പട്ടിണി കിടക്കുന്നവരുണ്ട്. ലോകത്തുള്ള പട്ടിണിക്കാരിൽ 27% ഇന്ത്യയിലാണെന്ന് കണക്കാക്കിയിട്ടുണ്ട്. ആരോഗ്യകരമായ എന്തൊക്കെ ആഹാരം കഴിക്കാം എന്നതിനെ കുറിച്ചുള്ളൊരു ചോദ്യം കൂടി ഇവിടെയുണ്ട്. എനിക്ക് ഹാർട്ടിൻ്റെ അസുഖമാണ്. ഡോക്ടർ പറഞ്ഞിട്ട് പച്ചക്കറി, ഇറച്ചി അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല, അധ്വാനിക്കാൻ പാടില്ല, ഇളകി ഒന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ട് ഇരിക്കണമെന്നാണ് പറയും. അപ്പോൾ എന്തൊക്കെ പിന്നെ കഴിക്കുക? ഇവിടെ പലരും ആഹാരം കഴിക്കുന്നത് വിശപ്പും രുചിയും മാത്രം നോക്കിയിട്ടാണ്. വിശപ്പും രുചിയും അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ആരും നോക്കുന്നത്, അതിൻ്റെ ഗുണത്തെപ്പറ്റി അറിയേയില്ല, ഒട്ട് ശ്രദ്ധയുമില്ല. അപ്പോൾ അതിനൊരു ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളൊരു കാറോ ബൈക്കോ ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ ആരെങ്കിലും അതിൻ്റെ മണം ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് പെട്രോളിന് പകരം ഡീസൽ ഒഴിക്കാൻ ആരും ധൈര്യപ്പെടുകയില്ല. ശരിക്കും മനുഷ്യൻ്റെ ശരീരവും ഒരു മെഷീൻ, കാറും ബൈക്കും മാതിരിയുള്ള മെഷീനും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്ര വളരെ സിമ്പിളായിട്ടൊരു മെഷീൻ്റെ ഇന്ധനത്തെ പറ്റി നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുന്നു. എന്നാൽ നമ്മളെ ശരീരത്തിൻ്റെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ശ്രദ്ധയുമില്ല. നമ്മൾ ഏത് ഭക്ഷണം എത്ര അളവിൽ കഴിക്കണം എന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതിലേറ്റവും പ്രധാനം നമ്മൾ കഴിക്കുന്ന അരിയും ഗോതമ്പും കഴിച്ചാൽ മതി. അരിക്കും ഗോതമ്പത്തിന് പകരം ഓട്സ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊളസ്ട്രോളൊക്കെ ഭക്ഷണത്തിൻ്റെ അമിതാഹാരം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അരിയും ഗോതമ്പും കഴിക്കുക. അതിൻ്റെ കൂടെ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി പയറ്, പരിപ്പ്, കടല, ഉഴുന്ന്, മുതിര, പൾസസ് അല്ലെ ദാൽ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഘടകം വേണം. ഇത് 4:1 എന്നുള്ള തോതിലാണ് വേണ്ടത്. അത് അരിയോ ഗോതമ്പോ 4 ഭാഗം ഉണ്ടെങ്കിൽ 1 ഭാഗം പയറ്, പരിപ്പ്, കടല, ഉഴുന്ന്, മുതിര. വളരുന്ന പ്രായത്തിലും മലയൂട്ടുന്ന അമ്മമാർക്കും അതേപോലെ ഗർഭിണികൾക്കും കുറച്ച് കൂടുതൽ പ്രോട്ടീൻ വേണം. അപ്പോൾ അവർ 3:1 എന്നുള്ള അനുപാതത്തിൽ കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അത് 2 ഘടകം. ഇനി അതുകൂടാതെ മൂന്നാമത്തത് പച്ചക്കറികൾ കഴിക്കണം. പച്ചക്കറികളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പലർക്കും ഇറച്ചി മീനും ഒഴിച്ചതെല്ലാം പച്ചക്കറിയാണ്. അതല്ല പച്ചക്കറി എന്ന് പറഞ്ഞാൽ നാരുള്ള സാധനങ്ങളായിരിക്കണം. അതിനകത്ത് ഈ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറികളും വരും. കാരറ്റ്, കക്കിരി, തക്കാളി, വെണ്ടക്ക, കൈപ്പക്ക, കോവയ്ക്ക, ചീര തുടങ്ങിയ പുല്ലുമാരിയുള്ള നാര് കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് പച്ചക്കറി എന്ന് പറയുന്നത്. ഈ വെണ്ടക്ക പല ഡോക്ടർമാരും കഴിക്കരുതെന്ന് പറയുന്നു. അതിന് വല്ല വസ്തുതയുണ്ടോ? അതിൽ യാതൊരു വസ്തുതയില്ല. അത് തെറ്റിദ്ധാരണയാണ്. കാരണം വെച്ചാൽ ഡോക്ടർ രോഗിയുടെ അടുത്ത് പറയും കൊഴുപ്പുള്ളതൊന്നും കഴിക്കരുതെന്ന് പറയും. പാവം രോഗികൾ അത് കൊഴുപ്പുള്ളത് വെണ്ടയ്ക്കായിട്ട് തെറ്റിദ്ധരിച്ച് കഴിക്കാറുണ്ടാവുന്നത്. അല്ല, വെണ്ടയ്ക്ക കഴിക്കേണ്ടെന്ന് ഡോക്ടർ പറയുന്നില്ല. ഡോക്ടർമാർ പറയുന്നത് വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് വെണ്ടയ്ക്ക കഴിക്കാണ്ടാവുന്നത്. വെണ്ടയ്ക്ക ഒരു കുഴപ്പമില്ല, ഒരു ദോഷമുള്ള സാധനമല്ല. വെണ്ടയ്ക്ക് ഇഷ്ടമാതിരി ഫൈബർ ഉണ്ട്. വെണ്ടയ്ക്ക കഴിക്കണം. പച്ചക്കറികൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പച്ചക്കറികളെ അമിതമായിട്ട് വേവിക്കുന്നത് നല്ലതല്ല. നമ്മുടെ നാട്ടിൽ മാത്രമാണ് പച്ചക്കറികൾ പുഴുങ്ങി കഴിക്കുന്നത്. പച്ചക്കറി തന്നെയാണ് യഥാർത്ഥത്തിൽ കഴിക്കേണ്ടത്.
പക്ഷെ വൃത്തിയുള്ള പച്ചക്കറി കിട്ടാത്തതുകൊണ്ടാണ് നമ്മളത് വേവിക്കേണ്ടി വരുന്നത്. അതൊരു നമ്മളെ സാഹചര്യം കൊണ്ടാണ് നമ്മൾ വേവിക്കാൻ ഇടയാവുന്നത്. പക്ഷേ വേവിക്കുമ്പോൾ ഒന്ന് ആവി കയറ്റി അതിനകത്തുള്ള അണുക്കളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ആ ലെവലിൽ നിർത്തണം. കീടനാശിനി ഉണ്ട് എന്നുള്ള പേരിൽ പച്ചക്കറികൾ കഴിക്കാതിരിക്കുന്നത് മോശമാണ്. കീടനാശിനി ഇല്ലാത്ത പച്ചക്കറികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക മാത്രമാണ് പോംവഴി. കീടനാശിനി ഉണ്ടെങ്കിൽ പോലും പച്ചക്കറികൾ ആവശ്യത്തിന് കഴിച്ചിരിക്കണം. അത് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തത് പഴങ്ങൾ കഴിക്കണം. ഉണങ്ങിയതും പൊരിച്ചതും പുഴുങ്ങിയതും ഒന്നും പഴമല്ല. പഴങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കണം. ഏറ്റവും നല്ലത് ഓരോ സീസണിലും കിട്ടുന്ന പഴങ്ങൾ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും അരിയോ ഗോതമ്പോ ഏതെങ്കിലും ഒന്ന്, ഇതെല്ലാം കൂടെ ഒരേ സമയത്ത് 3 നേരവും ആവശ്യത്തിന് കഴിച്ചാൽ മാത്രമേ സമീകൃത ആഹാരമാവുള്ളൂ. അതും പോരാ, ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ഒരു 10-12 ഗ്ലാസ്സോളം വെള്ളം കുടിക്കണം. 1.5 ലിറ്ററെങ്കിലും മൂത്രം ഉണ്ടാകും ഒരു ദിവസത്തിൽ. ഇതെല്ലാം 3 നേരം ആവശ്യത്തിന് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് സമീകൃത ആഹാരം കിട്ടുന്നു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. മേശപ്പുറത്ത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മുറിച്ച് വെക്കുക, ഭക്ഷണത്തിന് മുൻപേയും ഭക്ഷണത്തിന് കൂടെയും അതിന് ശേഷവും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കഴിക്കുക എന്ന് പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. അത് പറയാനൊരു കാരണമുണ്ട്. ഈ പച്ചക്കറികളും പഴങ്ങളും നമ്മളെ തീന്മേശയിൽ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് എത്തുന്ന ഒരു കാലത്ത് മാത്രമേ നമുക്കിവിടെ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. ഭക്ഷണത്തിന് മുമ്പ് പച്ചക്കറികളും പഴങ്ങളും കഴിക്കുകയാണെങ്കിൽ അത് ഒന്ന് അത്രയും ക്വാണ്ടിറ്റി ഭക്ഷണം കുറയ്ക്കാൻ സഹായിക്കും. രണ്ടാമത് അത് ഡൈജഷന് സഹായിക്കും. ഭക്ഷണം തന്നെയാണ് മരുന്ന് എന്നുള്ള ഏറ്റവും പ്രധാന മരുന്ന് ഭക്ഷണമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്ര മോശമായി പോകുന്നത്. മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് കേൾക്കാം. നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ സാധാരണ ഡോക്ടറാണ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ സ്പെഷ്യലിസ്റ്റിനാണ് കാണിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്കിപ്പം ഡോക്ടർമാരില്ലാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാ രാജ്യങ്ങളിലും, വികസിത രാജ്യങ്ങളിലൊക്കെ നിങ്ങളുടെ ഡോക്ടർ ആരാണെന്ന് ചോദിച്ചാൽ ഒരു ജനറൽ പ്രാക്ടീഷണർ ഡോക്ടറാണ് അവർ കാണിച്ചു കൊടുക്കുക. ഒരിക്കലും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പേര് പോലും അവർ പറയില്ല. നിങ്ങളുടെ ഡോക്ടർ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഡോക്ടർ ഇന്ന ആളാണ് എന്നും എപ്പോൾ ചോദിച്ചാലും അതെന്നെ പറയാനുള്ളൂ. ആ ഒരു ഡോക്ടർ മാത്രമേ അവർക്ക് എല്ലാ കാലവും ഉണ്ടാവുള്ളൂ. ഒരു GP ഡോക്ടർ ആയിരിക്കണം ആരുടെയും ഏറ്റവും പ്രധാന ഡോക്ടർ. നമുക്കങ്ങനെ നിർഭാഗ്യവശാൽ നമുക്കങ്ങനെ ഒരു സംവിധാനം പോലും ഇല്ലാണ്ടായി. ഇവിടെ തലവേദന വന്നാൽ ന്യൂറോളജിസ്റ്റിനെയും, വയറുവേദന വന്നാൽ ഗാസ്ട്രോൻട്രോളജിസ്റ്റിനെയും, നെഞ്ചിൻ്റെ എവിടെയെങ്കിലും വേദന വന്നാൽ കാർഡിയോളജിസ്റ്റിനെയും, അങ്ങനെ ആരെയും തിരഞ്ഞെടുക്കാവുന്ന ഒരു ദുസ്വാതന്ത്ര്യം നമ്മൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിച്ചതിനേക്കാളൊക്കെ എത്രയോ വളരെ വലുതാണ്. അപ്പം അതിന് ആരും അത് പരിഹരിക്കാൻ വേണ്ടി ഒന്നും ശ്രമിക്കുന്നുമില്ല. അതാണ് ഏറ്റവും വലിയ നിർഭാഗ്യകരമായിട്ടുള്ള വശം. അപ്പോൾ നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ ആരെ കാണിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും, ശരീരം മാത്രമല്ല മനസ്സിനെയും പരിസരത്തെയും പറ്റി താല്പര്യമുള്ള ഒരു ഡോക്ടറെ കാണിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. അസുഖം ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണുന്നത് എൻ്റെ കഴിഞ്ഞ 30 കൊല്ലത്തെ നിരീക്ഷണത്തിൻ്റെ ഫലമാണെന്ന് പറയാം. നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ രോഗങ്ങളും, ഇനി വരാൻ പോകുന്ന എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്ന കാരണങ്ങൾ മുഴുവനും നമ്മളെ ആഹാരത്തിലും ജീവിതശൈലിയും പരിസരത്തുമാണ് കിടക്കുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ, ഡയറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഈ 3 കാര്യത്തിലാണ് നമ്മൾ എല്ലാ രോഗങ്ങളും കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചികിത്സയും ഇതിൽ തന്നെ തുടങ്ങേണ്ടത്. ഇതിൽ 3ലും താല്പര്യമുള്ള ഒരു ഡോക്ടറെ കാണാമെന്ന് മാത്രമേ എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഭാഗത്തിൽ മാത്രം താല്പര്യമുള്ള ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കുന്നത് നല്ല ശീലമല്ല. അതേ പക്ഷേ അതിൻ്റെ അർത്ഥം അവർ വേണ്ടെന്നല്ല. അവരുടെ അടുത്ത് പോകുന്നത് മറ്റുള്ള ഈ പറയുന്ന ഒരു ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ വഴിയായിരിക്കണം. നമുക്ക് നിർഭാഗ്യവശാൽ ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർമാർ ഇല്ലാണ്ടായി. ഇന്ത്യയിലിപ്പം ജനറൽ പ്രാക്ടീഷണർ ഡോക്ടറേ ഇല്ല. എല്ലാ വികസിത രാജ്യങ്ങളിലും ജനറൽ പ്രാക്ടീഷണറാണ് ഏറ്റവും പ്രധാന ഡോക്ടർ. ഇംഗ്ലണ്ടിൽ നോക്കിയാൽ ജനറൽ പ്രാക്ടീഷണർക്ക് കൊടുക്കുന്ന ശമ്പളം പോലും ഒരു സ്പെഷ്യലിസ്റ്റിന് കൊടുക്കുന്നില്ല. ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം പോലും കൊടുക്കുന്നത്. ഏറ്റവും പ്രധാന ഡോക്ടർ അതാണെന്ന് അവർ തിരിച്ചറിയുന്നു. ഇനി എല്ലാ സ്കാൻഡിനേവിയൻ കൺട്രീസിലും, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്യൻ കൺട്രീസിലും, ജർമ്മനി, എല്ലായിടത്തും ഏറ്റവും പ്രധാന ഡോക്ടർ ജനറൽ പ്രാക്ടീഷണർ ഡോക്ടറാണെന്നുള്ള ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രം ഇങ്ങനെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ വളർത്തിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്താമെന്നുള്ള ആ ഒരു സംവിധാനം എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരവസ്ഥയാണത്. ഈ അസുഖങ്ങളിൽ 90-95% അസുഖങ്ങളും വളരെ തൊട്ടടുത്തുള്ള ഒരു സാധാരണ ഏറ്റവും പെട്ടെന്ന് അവൈലബിൾ ആയിട്ട്. അതെ, അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരു GP ഡോക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിങ്ങളെപ്പറ്റി എല്ലാം അറിയാം. നിങ്ങൾ എവിടെ ജീവിക്കുന്നു, നിങ്ങളുടെ ശീലങ്ങൾ എന്തൊക്കെയാണ്, ചെറുപ്പകാലം പോലെ നിങ്ങളെല്ലാം അറിയാം. നിങ്ങളെല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങളെ ഒന്ന് വന്ന് പറയുമ്പോഴത്തേക്കും ഡോക്ടർ എനിക്ക് പനിയാണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ സൂക്കേട് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും. അത്ര വളരെ എളുപ്പമാണ്. ഇത്തരം രോഗിയെ ശരിക്കും അറിയുന്ന ഒരു ഡോക്ടർക്ക് മാത്രമേ രോഗം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. രോഗിയെ ശരിക്കും അറിയണമെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും അദ്ദേഹത്തെ ആ രോഗിയുടെ ഒപ്പം ചിലവാക്കണം.
ഈ സമയമില്ലാത്ത ഡോക്ടർക്ക് ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊരു ജി പിക്കാണെങ്കിൽ സമയം അധികം ചിലവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെപ്പറ്റി എല്ലാ വിവരങ്ങളും അറിയുന്ന ഒരു ജി പിക്ക് നിങ്ങൾ കംപ്ലയിൻ്റ് ഒക്കെ പറയുമ്പോൾ 1-2 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അസുഖത്തിൻ്റെ കാരണം ജി പിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ജി പിക്ക് ചികിത്സിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ ജി പിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾക്ക് വളരെ നിയന്ത്രിതമായ രീതിയിൽ ജി പി പറയുമ്പോൾ മാത്രമേ ഒരു സ്പെഷ്യലിസ്റ്റ് കാണാൻ പാടുള്ളൂ. സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുന്ന രോഗങ്ങൾ ചില പ്രത്യേക രോഗങ്ങളായതുകൊണ്ട് സ്പെഷ്യലിസ്റ്റിന് അറിയാം എൻ്റെ അടുത്ത് വരുന്ന രോഗങ്ങൾ ഇങ്ങനത്തെ ആയിരിക്കും. അപ്പോൾ സാധാരണ രോഗങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. മുൻധാരണയോടെ കാണാൻ പറ്റും. മാത്രമല്ല ജി പിയുടെ അടുത്ത് നിന്ന് എല്ലാ റെക്കോർഡ്സും കിട്ടുകയും ചെയ്യും. ആ റെക്കോർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും കൂടി അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു ജി പിയുടെ സഹായത്തോടു കൂടി ഒരു സ്പെഷ്യലിസ്റ്റ് നോക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ രീതിയിൽ സ്പെഷ്യലിസ്റ്റിൻ്റെ സേവനം പോലും ശരിക്കും നടപ്പാക്കാൻ കിട്ടുകയുള്ളൂ ജനങ്ങൾക്ക്. മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് കേൾക്കാം. ചെറിയ അസുഖങ്ങൾ വന്നാൽ നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്. അതിന് കൊണ്ടുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും? ഡോക്ടർ ഇപ്പോൾ കേട്ട ചോദ്യം അതും വളരെ പ്രസക്തമാണ്. മരുന്നുകൾ അമിതമായി ഉപയോഗിക്കുന്നത് ചില ആളുകൾക്ക് ഇതൊരു ഒരു രീതിയാണ്. എല്ലാ ദിവസവും എഴുന്നേറ്റ് കുറച്ച് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നുള്ള അവസ്ഥ. അത് നമ്മൾ ആരോഗ്യ നയമില്ലാത്തതിൻ്റെ ഒരു ലക്ഷണവും കൂടിയാണ്. എന്ന് വെച്ചാൽ ഈ യഥാർത്ഥത്തിൽ റെഫറൽ സിസ്റ്റം ഇല്ലാത്തതിൻ്റെ. ഇപ്പോൾ ഡെൻമാർക്കിലാണ് ഞാൻ പല സ്ഥലങ്ങളിലെയും ആരോഗ്യ സംരക്ഷണ രീതിയും ചികിത്സാ സംവിധാനങ്ങളെയും പഠിച്ചപ്പോൾ ഡെൻമാർക്കിലേതാണ് ഏറ്റവും ഒരു ഓപ്റ്റിമമായിട്ട് കണ്ടത്. അവിടുത്തെ ജനങ്ങളുടെ സമീപനം എന്താ വെച്ചാൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിനോട് എതിർപ്പാണ് അവർക്ക്. മരുന്നുകൾ ഏറ്റവും കുറച്ച് ഉപയോഗിക്കണം എന്നുള്ളത്. മരുന്ന് ആവുന്നത്ര കുറച്ചിരുന്നതിനോടാണ് ആ ജനങ്ങളുടെ ഒരു ആഭിമുഖ്യമുള്ളത്. നമ്മളിവിടെ നേരെ തിരിച്ചാണ്. കൂടുതൽ മരുന്ന് കഴിക്കുന്നതാണ് ഒരു നല്ല കാര്യം എന്നുള്ള ഒരു അങ്ങനെ ഒരു തോന്നലുണ്ട്. അപ്പോൾ മരുന്നുകളുടെ ഉപയോഗം ആവുന്നത്ര കുറയ്ക്കാനാണ്. പക്ഷേ നമ്മളിവിടെ ചിലപ്പോൾ മരുന്നുകളുടെ എണ്ണം കൂടാൻ കാരണം ഈ വിറ്റാമിനുകളൊക്കെ എഴുതിയിട്ടാണ്. കാരണം ആർക്കും വിറ്റാമിനുകളൊന്നും കിട്ടുന്നില്ല. അതൊരു വശം നിലനിൽക്കുന്നുണ്ട്. അത് ആഹാരമില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും മരുന്നുകളുടെ അമിതോപയോഗം കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കും. പ്രത്യേകിച്ചും ആൻറ്റിബയോട്ടിക്കുകളുടെ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതോപയോഗം വല്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ആൻറ്റിബയോട്ടിക്കുകളെ കൊണ്ട് രോഗാണുക്കളെ എല്ലാ കാലത്തും ചെറുക്കാൻ പറ്റുകയില്ല. രോഗങ്ങളുടെ എണ്ണം കുറയ്ക്കൽ മാത്രമാണ് അതിന് പ്രതിവിധിയുള്ളത്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതോപയോഗമാണ് ഒരു വശത്തുള്ളത്. പിന്നെ വേദന സംഹാരികളുടെ അമിതോപയോഗം. അത് രണ്ടുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഉള്ളതൊക്കെ ആരോഗ്യ നയത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഡോക്ടർ ഇപ്പം പറഞ്ഞില്ലേ ആരോഗ്യ നയത്തെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കാണാം. നമ്മുടെ സൊസൈറ്റിയിൽ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് പോളിസി ഇല്ലല്ലോ. അപ്പോൾ അതെന്തായിരിക്കും? ആരോഗ്യ നയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ മേഖലകളെയും ടച്ച് ചെയ്യണം. ഒരു വശത്ത് നമ്മൾ രോഗങ്ങളുടെ ആധിക്യത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയൊരു നയം വേണം. രോഗങ്ങൾ അധികമാകാൻ കാരണം ആരോഗ്യ സംരക്ഷണമില്ലായ്മയാണ്. രോഗങ്ങളുടെ ഈ കുത്തൊഴുക്ക് നിയന്ത്രിക്കണം. രോഗികളുടെ എണ്ണം കുറയ്ക്കണം. രോഗികളുടെ എണ്ണം കുറച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു സസ്റ്റൈനബിൾ ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ടാവുകയുള്ളൂ, ഡിസീസ് കെയർ സിസ്റ്റം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് രോഗികളുടെ എണ്ണം കൂടിയിട്ട് ഉള്ള ഡിസീസ് കെയർ സിസ്റ്റം മുഴുവനും കൊളാപ്സ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാം. ആർക്കും അതുകൊണ്ടാണ് ഡോക്ടർമാരുടെ എണ്ണം പോരാ എന്നുള്ള തോന്നൽ തന്നെ വരുന്നത്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ട് എത്ര ഡോക്ടർ ഉണ്ടായാലും മതിയാവുന്നില്ല, നമുക്ക് എത്ര ആസ്പത്രി ഉണ്ടായാലും മതിയാവുന്നില്ല. ഓരോ MBBS വിദ്യാർത്ഥിയും ഇവിടെ വരുന്നത് സ്പെഷ്യലിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ആരോഗ്യ നയമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ തിരിച്ചറിയണം. ആരോഗ്യ നയം നമുക്കില്ല, യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യ നയമില്ല. അതുകൊണ്ടാണ് അങ്ങനെ വന്നുപെട്ടത്. ഇപ്പോൾ ഓരോ ജില്ലയിലും മെഡിക്കൽ കോളേജ് വേണമെന്നുള്ള തോന്നലൊക്കെ അതിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് രോഗികളുടെ എണ്ണം നിയന്ത്രിക്കാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യ നയത്തിൽ ഏറ്റവും പ്രധാനം ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന കൊടുക്കുക. ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ രോഗചികിത്സയല്ല, ആസ്പത്രികളല്ല, ഡോക്ടർമാരല്ല. ഡോക്ടർമാരെടുത്ത് പോകാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന കൊടുക്കുക. അതിൽ ആദ്യം പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങളെല്ലാം നടപ്പാക്കുക. ആരോഗ്യ സംരക്ഷണം വേറെ, രോഗചികിത്സ വേറെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണം. അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ആരോഗ്യ നയത്തിലാണ് നമ്മൾ പ്ലാൻ ഇടേണ്ടത്. അപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന പ്രൈവറ്റ് ഡോക്ടർമാരും പ്രൈവറ്റ് ആസ്പത്രികളും ഈ പൊതുജനത്തിന് ആവശ്യമുള്ള രോഗചികിത്സാ സംവിധാനത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ഏകീകൃതമാക്കേണ്ട ചില സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. അല്ലാണ്ട് ഒരു ആസ്പത്രി ഒരു ചികിത്സ, വേറൊരു ആസ്പത്രി വേറൊരു ചികിത്സ, ഒരു പണമുള്ളവനൊരു ചികിത്സ, പാവപ്പെട്ടവനൊരു ചികിത്സ, അങ്ങനെ ഒരു ചികിത്സാ സംവിധാനം നിലനിൽക്കുകയില്ല. രോഗചികിത്സ ഏതാണ്ട് ഒരു ഏകജാലകത്തിലൂടെ കൊണ്ടുവരുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിയേ പറ്റൂ. അതെല്ലാവരെയും ഒരു കുടക്കയിൽ കൊണ്ടുവരുന്ന നയങ്ങൾ നമുക്ക് ഉണ്ടാക്കിയേ പറ്റൂ. അത് ചികിത്സയുടെ കാര്യം. അതിൽ തന്നെ പ്രാഥമിക ചികിത്സയ്ക്ക് മുൻഗണന കൊടുക്കുകയും റെഫറൽ സിസ്റ്റം നടപ്പാക്കുകയും വേണം. റെഫർ ചെയ്യാണ്ട് ഒരു സ്പെഷ്യലിസ്റ്റും ഒരു രോഗിയെ കാണാനിടയാക്കരുത്. അത്തരം ഒരു അടിസ്ഥാന ആരോഗ്യ നയം വേണം. പിന്നെ മരുന്നുകളുടെ കാര്യത്തിലും നയം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. കാരണം മരുന്നുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ആർക്ക് വേണേലും മരുന്ന് ഉണ്ടാക്കാമെന്നുള്ളൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ മരുന്നുകൾ ഡോക്ടർമാരോട് ജനറിക് നെയിമിൽ എഴുതാൻ പറയുമ്പോൾ മരുന്നുകൾ ജനറിക് നെയിമിൽ ഉണ്ടാക്കിയാൽ മതി.
മരുന്നുകൾ പല പേരിൽ ഉണ്ടാക്കിയിട്ട് ഡോക്ടർമാരോട് ജനറിക് നെയിമിൽ എഴുതണമെന്ന് നിർബന്ധിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. അപ്പോൾ മരുന്നുകളുടെ കാര്യത്തിൽ നമുക്ക് നയങ്ങൾ ഉണ്ടാക്കാനുണ്ട്, മരുന്നുകളുടെ അമിതോപയോഗം കുറയ്ക്കാൻ നയങ്ങൾ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ആരോഗ്യ നയം എന്ന് പറയുന്നത് വളരെ ബൃഹത്തായൊരു വിഷയമാണ്. അത് രോഗങ്ങൾ കുറയ്ക്കാൻ ആണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ തിരിച്ചറിയണം. ഡോക്ടർ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്തം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം അല്ലെങ്കിൽ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് രോഗം വരാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്. ശരിക്കും നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, ഡോക്ടറല്ല. ജനിക്കും പോലെ നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പോൾ നമ്മളിലെ മനുഷ്യത്വത്തെ ഉണർത്താൻ നമ്മൾ വിദ്യാഭ്യാസം മറന്നുപോയി. മനുഷ്യൻ ഒരു സാമൂഹ്യ മൃഗമാണെന്ന് പറയുന്ന ആ ഒരു സത്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിലെ മനുഷ്യത്വത്തെ ഉണർത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങളിലൂടെ വേണം. അതിൽ വിദ്യാഭ്യാസത്തിന് ഒരുപാട് കടമയുണ്ട്. വിദ്യാഭ്യാസമാണ് അവിടെ ഏറ്റവും പ്രധാനം. വിദ്യാഭ്യാസം വഴി നമ്മളിലെ മനുഷ്യത്വത്തെ ഉണർത്തണം. എന്നുവെച്ചാൽ മനുഷ്യനൊരു സാമൂഹ്യ മൃഗമാണ്. സമൂഹത്തിൽ ആരോഗ്യമുണ്ടെങ്കിൽ എനിക്ക് ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യത്തിൻ്റെ നിർവചനം തന്നെ നോക്കുക. മനസ്സിനും ശരീരത്തിനും ഒരേപോലെ സമൂഹത്തിലെല്ലാവർക്കും സുഖം തോന്നുന്ന അവസ്ഥ. അപ്പോൾ സമൂഹത്തിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് ആരോഗ്യമുള്ളൂ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ ആരോഗ്യം മാത്രമായിട്ട് സംരക്ഷിക്കാൻ പറ്റില്ല, എൻ്റെ കുടുംബത്തിൻ്റെ മാത്രമായിട്ട് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റില്ല. സമൂഹത്തിൽ എല്ലാവർക്കും ആരോഗ്യം വേണം. ഇപ്പോൾ അട്ടപ്പാടിയിൽ ഒരു പോക്കറ്റിൽ കുറേ പേർക്ക് ഒരുപാട് രോഗങ്ങളുണ്ടെങ്കിൽ എന്നെ അത് ബാധിക്കുമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇത്തരം ഒരു സംവിധാനം വരുന്നത്. അപ്പോൾ സാമൂഹിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. സമൂഹത്തിലെ എല്ലാവർക്കും ആരോഗ്യം കിട്ടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കണം. അത് തുടങ്ങുന്നത് മനുഷ്യനൊരു സാമൂഹ്യ മൃഗമാണെന്നുള്ള ചിന്തയും തന്നെയാണ്. അപ്പം അതിനുവേണ്ടി അത് ഉണർത്തിക്കാൻ നമ്മൾ വിദ്യാഭ്യാസത്തിന് കഴിയണം. ഒരു വലിയ ആശയത്തിൻ്റെ പ്രചരണത്തിനായുള്ള ഒരു ചെറിയ നാന്ദിയെങ്കിലും ആവട്ടെ ഈ ചർച്ച എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്റ്റെതസ്കോപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അങ്ങേ അറിയിക്കുകയാണ്. വോൾട്ടയറുടെ വചനമുണ്ട്, ബഹുഭൂരിപക്ഷം അസുഖങ്ങളും പ്രകൃത്യാ തന്നെ താനേ ഭേദമാവുമ്പോൾ വൈദ്യശാസ്ത്രം തങ്ങളുടെ നേട്ടങ്ങളുടെ പട്ടികകൾ നിരത്തി നമ്മെ വെറുതെ അത്ഭുതപ്പെടുത്തുകയാണ്. ആരോഗ്യ കാഴ്ചകളുമായുള്ള സ്റ്റെതസ്കോപ്പിൻ്റെ യാത്ര ഇവിടെ ഇന്ന് പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം.